പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 22 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ പറയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിൻ്റെ 26 വാക്യം. എന്നെ വിടുക, ഉഷസ് ഉദിച്ചിരിക്കുന്നല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത, ദൈവത്തെ ചലിപ്പിക്കുന്ന ചില വാക്കുകൾ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ടതിനായിട്ട്. നമ്മിൽ പലരും നിരാശകളും വേദനകളും വിഷമങ്ങളും മാത്രമാണ് ദൈവത്തോട് പറയാനുള്ളത്. എനിക്ക് മാത്രം വിടുതലില്ലെന്നൊക്കെ പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് പഠിക്കുന്നവർക്കറിയാം, ദൈവത്തെ ചലിപ്പിച്ച ചില ഭക്തന്മാരുണ്ട്. ദൈവം ചിലവർക്ക് വേണ്ടി വേഗത്തിൽ ചിലത് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നിലയിൽ ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാനും നിങ്ങൾ വായിച്ച പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നതാണ്. പഴയ നിയമത്തിലെ ഭക്തനായ യാക്കോബ് ജീവിതത്തിനകത്ത് എങ്ങും എത്താതെ നിൽക്കുമ്പോൾ ഒരു തീരുമാനത്തോടെ തൻ്റെ കുടുംബത്തെ മുഴുവൻ അക്കരയാക്കിയിട്ട് താൻ യാബോക്ക് കടവിൽ തനിയെ ശേഷിക്കുന്ന ഭാഗമാണ്. അറിയില്ല, ആ തനിയെ ശേഷിക്കുന്ന ഭാഗം നമ്മളൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിൻ്റെ 23 വാക്യം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കര കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കര കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് തീരുമാനത്തോടുള്ള പ്രാർത്ഥനയാണ്. ഞാൻ ആരംഭത്തിൽ തന്നെ ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ തീരുമാനത്തോടെ ദൈവസന്നിധിയിലേക്ക് വന്നാൽ ആ സമയം മുതൽ എൻ്റെ ദൈവം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണാൻ കഴിയും. ഇതാ, യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കര കയറ്റിയ ശേഷം യാബോക്ക് കടവിൽ തനിയെ ശേഷിച്ചു. ആ തനിയെ ശേഷിക്കുന്ന ആ സമയത്ത് തന്നെ ദൂതൻ അവിടേക്ക് ഇറങ്ങി വരുന്നതായി കാണുന്നു. ആ സമയം മുതൽ കണ്ണുനീരിൻ്റെ നടുവിൽ യാക്കോബ് മല്ലുപിടിക്കുകയാണ് ദൂതനുമായി. ജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ദൂതൻ മറുപടി പറഞ്ഞ ഭാഗമാണ്, ഉഷസ്സാകുന്നു, എന്നെ വിടുക എന്ന. എന്നാൽ യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ തീരുമാനത്തെ മാനിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ ചുമക്കുന്ന കടഭാരം, വേദനകൾ, ശാപത്തിൻ്റെ കെട്ടുകൾ, നിങ്ങൾ തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാമെങ്കിൽ ആൾ മാറി വരെ പോലെ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നൊരു അസാധാരണ വിടുതൽ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ, വഴിയരികിൽ ഇരിക്കുന്ന ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് മാർക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിൽ കാണാൻ കഴിയും. അവൻ അപ്പൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, തിമായിയുടെ മകനായ വൃത്തിമായി. അവൻ ആ വഴിയരികിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് കടന്നു പോവുകയാണ്. യേശു കർത്താവും വലിയൊരു പുരുഷാരവും തൻ്റെ കൂടെ പോകുമ്പോൾ താൻ അന്നുവരെയും കേൾക്കാത്ത ഒരു ആരവം കേൾക്കുന്നു. അവൻ ചോദിച്ചു ഉച്ചത്തിൽ, ഈ കടന്നു പോകുന്നത് ആരാണ്? അവിടെ നിൽക്കുന്ന പുരുഷാരം പറഞ്ഞു, നസറേയന യേശുവാണ് ഈ കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്നവരെ, അവൻ നസറേയന യേശുവെ അല്ല വിളിച്ചത്. അവൻ്റെ ഇന്നലകളിൽ ആരോ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഈ സ്ഥിതിക്ക്, നിൻ്റെ ഈ അനുഭവത്തിനകത്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നാമമുണ്ട്, അത് ദാവീദിൻ്റെ പുത്രനാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഉച്ചത്തിൽ നിലവിളിച്ച ആ സമയത്ത് തന്നെ ആ നിന്ന പുരുഷാരം മുഴുവൻ
അവനെ എതിർത്തു. നിനക്ക് വേണ്ടിയല്ല യേശു ഇതിലെ പോകുന്നത്, അല്ലെങ്കിൽ യേശു നിനക്ക് വേണ്ടിയല്ല ഇതിലെ പോകുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അവൻ്റെ വിളി നിർത്തിയില്ല, അവൻ നിരാശ പറഞ്ഞില്ല. അവൻ വീണ്ടും ഉച്ചത്തിൽ വിശ്വാസത്തോടെ വിളിച്ചു. ആ വിളിക്കകത്ത് എൻ്റെ യേശു കർത്താവ് നിൽക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ കൂടെ വിളിച്ചു പറയുന്നു. ഈ പ്രഭാതത്തിൽ ആരേക്കോ നോക്കി വിളിച്ചു പറയുകയാണ്, മുഴുഹൃദയത്തോടെ യേശുവേ എന്ന് വിളിച്ചാൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നിൽക്കും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ പോവുകയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചതോടെ യേശു കർത്താവ് നിന്നുകൊണ്ട് അവനെ വിളിപ്പിൻ എന്ന് പറയുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അളവില്ലാതെ അല്ലെങ്കിൽ നിലയില്ലാതെ യേശുവേ എന്ന് വിളിച്ചാൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു മറുപടി പറയാൻ പോവുകയാണ്. അടുത്തൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ദാവീദിൻ്റെ ഒരു രഹസ്യമാണ്. ദാവീദ് ഒത്തിരി മേഖലയിൽ ദൈവത്തെ വിളിച്ചിറക്കിയ ആളാണ്. ദാവീദ് 16-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന പദത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ദാവീദ് വിളിച്ചു പറയാണ്, എൻ്റെ അപ്പനും എൻ്റെ സഹോദരങ്ങളും ഒന്നും എന്നെ വേണ്ട നിലയിൽ കണ്ടിട്ടില്ല. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവർ എന്നെ കാട്ടിലേക്ക് അയച്ചു. പക്ഷെ ഞാൻ യഹോവയോട് പറയാണ്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ രക്ഷിതാവാണ്, നീ ഒഴികെ എനിക്ക് ഈ ഭൂമിയിൽ വേറൊരു നന്മയുമില്ല. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, എല്ലാ നിലയിലും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെയൊക്കെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറഞ്ഞാട്ടെ, നീ എൻ്റെ ദൈവമൊന്നും അല്ല പറയേണ്ടത്, നീ എൻ്റെ അപ്പനാണ്, നീ എൻ്റെ എല്ലാമാണ്, നീ എൻ്റെ രക്ഷകനാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇതാ എൻ്റെ കർത്താവ് ആ വിളിക്കകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വാക്യത്തെ ഏറ്റെടുക്കണം. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, കർത്താവ് ഒരുവൻ തന്നെയാണ്. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാണ്. നിങ്ങൾ കടഭാരത്തിൽ ഭാരപ്പെടുന്നവരാണോ? മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നവരാണോ? നിങ്ങൾ കർത്താവിനോട് പറഞ്ഞാട്ടെ, നീ എൻ്റെ എല്ലാമാണ്, നീ എൻ്റെ അപ്പനാണ്, നീ ഒഴികെ എനിക്ക് വേറെ ഒന്നും ഈ ഭൂമിയിലില്ല. കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുന്നത് കാണാൻ പറ്റും. കാരണം ജാതീയ മാർഗത്തിൽ നിന്ന് കയറി വന്ന ഓരോ ദൈവമക്കളും വിളിച്ചു പറയാണ്, അങ്ങൻ്റെ പിതാവാണ്, അങ്ങൻ്റെ അപ്പനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അനേക ദൈവങ്ങളുടെ നടുവിൽ ഒരു ദൈവത്തെ അല്ല നിങ്ങൾ വിളിക്കുന്നത്. ഞാനും നിങ്ങളും വിളിക്കുന്നത് ദൈവങ്ങളുടെ മുകളിൽ നിൽക്കുന്നവരെയാണ്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദ ലോർഡ് ഓഫ് ലോർഡ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവനെ വിളിക്കുകയാണ് ഒരു വ്യത്യാസമില്ലാത്ത നിലയിൽ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ കൊണ്ട് വിളിച്ചു പറയട്ടെ, നമുക്ക് ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ പദവിയാണ് കിട്ടിയിരിക്കുന്നത്, അപ്പാ എന്ന് വിളിക്കാൻ. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ആഴമായി ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ സങ്കടങ്ങളെ, നിൻ്റെ കണ്ണുനീരിനെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ യേശു കർത്താവിന് പ്രിയനായ ലാസർ മരിച്ചു. 4-ാമത്തെ ദിവസം യേശു കർത്താവ് ആ കല്ലറയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇതാ അവൻ്റെ സഹോദരിയായ മറിയ അവൻ്റെ കാൽക്കൽ വന്ന് വീണു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ വാക്യം. അവൾ കരയുന്നതും അവളുടെ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ന് കലങ്ങി. 34-ാമത്തെ വാക്യം. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഇതാ തൻ്റെ സഹോദരിയായ, തനിക്ക് പ്രിയമായവൾ കരയുന്നത് കണ്ടപ്പോൾ, അവളുടെ കൂടെ നിൽക്കുന്നവർ കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഉള്ളം നൊന്തു എന്നാണ് കാണുന്നത്. അവൻ കണ്ണുനീർ വാർത്തു. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യങ്ങളിലൊന്നാണ് യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. നീ കരയുന്നത് കണ്ട് മാറി നിന്ന് ചിരിക്കുന്ന ഒരു ദൈവമല്ല കേട്ടോ. നിൻ്റെ ഉള്ളം കലകുന്നത് കണ്ടാൽ ഓടി നിൻ്റെ അടുക്കൽ വരുന്നവൻ. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒറ്റ ഭാഗം കൂടെ ഒന്ന് പറയുക. ഈ യായിറോസ് പള്ളിപ്രമാണിയായിട്ടും വലിയ പുരുഷാരവുമായി കടന്നു വരുന്ന യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ആ കാൽക്കൽ വന്ന് വീണിട്ട് വല്ലാതെ അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അങ്ങ് വന്നൊന്ന് കൈവച്ച് എൻ്റെ മകളെ സൗഖ്യമാക്കണമേ. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടാവും. ആ കാൽക്കൽ മുറുകെ പിടിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചവൻ്റെ കൂടെ യേശു കർത്താവ് പോകാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ആ വാക്യം കൊണ്ടൊന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവൻ അവരോടുകൂടെ പോയി വലിയ പുരുഷാരം പിഞ്ചെന്നു അവൻ എത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിച്ച്, വലിയ പുരുഷാരമാണ് കൂടെ പോയത്. പക്ഷേ എൻ്റെ കർത്താവ് ആ കാൽക്കൽ വീണവനോട് കൂടെ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശുവിനെ നിങ്ങൾ വിളിച്ചു കയറ്റാൻ പോകുക. നിങ്ങളുടെ ഭവനം ദുഃഖത്തിലും
വിഷമത്തിലും വേദനയിലുമാണെങ്കിൽ ആ ഭവനത്തിൻ്റെ സൈൻ മാറാൻ പോകും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഒരു വീട്ടിനകത്ത് ദുഃഖവും രോഗവും പ്രയാസവും കടബാധ്യതകളും ഇനി മുമ്പോട്ടൊരു സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞാൽ യേശു ആ ഭവനത്തിൽ കയറിയാൽ ആ ഭവനത്തിന് രക്ഷ വന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭവനത്തിന് സൈൻ തിരിയാൻ പോകുന്നു, വിലാപം നൃത്തമാകുന്നു, നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വെളിപ്പെട്ട് വരാൻ പോകുന്നു, സമാധാനം വെളിപ്പെട്ട് വരാൻ പോകുന്നു. കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന, കർത്താവിനെ പിടിച്ചു കൊടുക്കുന്ന ചില പദങ്ങൾ പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവപ്രവർത്തിയിലേക്ക് വരാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അപ്പാ എന്നൊന്ന് വിളിക്കുക. അപ്പാ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കണേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കണമേ. അങ്ങയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമാകണമേ അപ്പാ. ദൈവപ്രവർത്തിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം ഈ ദിവസങ്ങളിൽ നമ്മൾ കാണും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.